ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് എയർ പൊല്യൂഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ സ്മോഗ് നമുക്ക് നോക്കാം. സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയും മൂടൽ മഞ്ഞും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന പുകമഞ്ഞിനെയാണ് നമ്മൾ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോക്കും ഫോഗും കൂടി ചേർന്നിട്ടാണ് സ്മോഗ് ഉണ്ടാകുന്നത്. സ്മോഗ് എന്നുള്ള ടേം ആദ്യമായിട്ട് പറഞ്ഞത് ഹെൻറി ആന്റോണി ടേസ്വോക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ പേപ്പറായിട്ടുള്ള ഫോഗ് ആൻഡ് സ്മോക്കിലാണ് ഈ പേര് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. ഈ സ്മോഗ് മൂലം നോർമലി നമുക്ക് അടുത്തുള്ള വസ്തുക്കൾ പോലും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മോഗ് ഉള്ള സമയത്ത് കൂടുതൽ റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. ഇത് കൂടുതലും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെയാണ്. അപ്പം ഈ സ്മോഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോമൊബൈൽസിൽ നിന്നും ഫാക്ടറിയിൽ നിന്നും ഒക്കെ റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് സ്മോക്ക് അത് ഫോഗുമായിട്ട് മഞ്ഞുമായിട്ട് ചേർന്നിട്ട് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ തങ്ങി നിന്ന് അത് സ്മോഗായിട്ട് മാറും. Pollutants from automobiles, factories, etc. are released into the atmosphere. Under certain conditions of the atmosphere, these particles remain suspended in the air and the suspended layers form smoke. സ്മോഗ് രണ്ട് ടൈപ്പായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സൾഫ്യൂരസ് സ്മോഗ്, രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കെമിക്കൽ സ്മോഗ്. നമുക്ക് ആദ്യമേ സൾഫ്യൂരസ് സ്മോഗ് എന്താണെന്ന് നോക്കാം. സൾഫ്യൂരസ് സ്മോഗ് ആ പേര് പറയുന്ന പോലെ തന്നെ സൾഫറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ഈ സൾഫ്യൂരസ് സ്മോഗ് ആദ്യമായിട്ട് കണ്ടത് ലണ്ടനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലണ്ടൻ സ്മോഗ് എന്നും പറയുന്നു. ഇതിൻ്റെ വേറെ പേരുകളാണ് ക്ലാസിക്കൽ സ്മോഗ്, റെഡ്യൂസിങ് സ്മോഗ്, ഇൻഡസ്ട്രിയൽ സ്മോഗ് എന്നൊക്കെയുള്ളത്. അപ്പം ലണ്ടനിലാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം ലണ്ടൻ എന്ന് പറയുന്നത് ഒരു കൂൾ ഏരിയ ആണ്. അപ്പം ഈ ക്ലാസിക്കൽ സ്മോഗ് നമുക്ക് നോർമലി കാണുന്നത് കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ്. അപ്പം ഈ സൾഫ്യൂറസ് സ്മോഗ് ആ പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൾഫർ ഉണ്ടെന്നറിയാം. ഓക്കെ, അപ്പം ഈ സൾഫ്യൂറസ് സ്മോഗ് എന്ന് പറയുന്നത് സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും സൾഫർ ഡയോക്സൈഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഈ സൾഫർ ഡയോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോസിൽ ഫ്യൂവലുകളിലെ ഒന്നായിട്ടുള്ള കോൾ ബേൺ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇറ്റ് റിസൾട്ട്സ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഓക്സൈഡ്സ് ഇൻ എയർ. It is caused by the use of sulfur-bearing fossil fuels, particularly coal. Under right conditions, smoke and sulfur dioxide can combine with fog to produce industrial smoke. In higher concentration, it is extremely toxic to human and other living organisms. ഈ സൾഫ്യൂരസ് സ്മോഗ് നമുക്ക് കൂടുതലായിട്ടും കാണുന്നത് ഈ മലയുടെ അടിവാരത്തിലാണ്, മൗണ്ടൻ ബേസുകളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം. കാരണം ഈ മൗണ്ടൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ കാറ്റും കാണത്തില്ല. അപ്പം ഈ സ്മോഗ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. They are usually found in basins surrounded by mountains, since smoke get trapped and cannot be carried away by wind. ഈ സ്മോഗ് നോർമലി ഡേയിലും നൈറ്റിലും നമുക്ക് കാണാം. ഇതാണ് സൾഫ്യൂരസ് സ്മോഗിൻ്റെ കാര്യം. ഇനി അടുത്ത ടൈപ്പാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആദ്യമായിട്ട് കണ്ടത് ലോസ് ഏഞ്ചൽസിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറെ പേരെന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് സ്മോഗ് ആണ്. അപ്പം ഈ പേര് ഫോട്ടോ കെമിക്കൽ ഫോട്ടോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവിടെ സൺലൈറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ എന്താണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റും നൈട്രജൻ ഓക്സൈഡും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിൻ്റെ കമ്പണൻസ് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓസോണ്, നൈട്രിക് ഓക്സൈഡ്, അക്രോലിൻ, ഫോമാൽഡിഹൈഡ്, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് എന്നിവയാണ്. ഓക്കെ, അപ്പം ഈ സൺലൈറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെ വേറെ പേരുകൾ ലോസ് ഏഞ്ചൽസ് സ്മോഗ്, സമ്മർ ഫോഗ്, ഓക്സിഡൈസിങ് സ്മോഗ് എന്നിവയാണ്. Photochemical smoke forms when pollutants such as nitrogen oxides and organic compounds react together in the presence of sunlight to produce secondary pollutants called ozone, nitric oxide, acrolein, formaldehyde and peroxyacetyl nitrate. ഞാൻ ഈ പറഞ്ഞത് തന്നെ നൈട്രജൻ ഓക്സൈഡും ഓർഗാനിക് കോമ്പൗണ്ടോട് ചേർന്നിട്ട് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നു. അതിൻ്റെ കമ്പോണൻസ് ആണ് ഓസോണ്, നൈട്രിക് ഓക്സൈഡ്, അക്രോലിൻ, ഫോമാൽഡിഹൈഡ്, PAN എല്ലാം.
ഈ നൈട്രജൻ ഓക്സൈഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ എമിഷൻസിൽ നിന്നാണ്. നമ്മുടെ വാഹനങ്ങളിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയുള്ള ഫ്യൂവൽ എമിഷനിൽ നിന്നാണ് നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാകുന്നത്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നോർമലി വരുന്നത് പെയിന്റുകളിൽ നിന്ന്, ഗ്യാസോലൈൻസിൽ നിന്ന്, ക്ലീനിങ് സോൾവെൻസിൽ നിന്നൊക്കെയാണ്. അപ്പം ഈ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ബോത്ത് നമുക്ക് രാത്രിയിലും പകലും കാണുമല്ലോ. പക്ഷേ എന്നാൽ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് ആണെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസ്, അതായത് ഡേ ടൈമിൽ മാത്രമേ ഇത് കാണുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയേക്കുവാണ്. ഈ സൾഫ്യൂരസ് സ്മോക്കിൻ്റെ വേറെ പേര് ലണ്ടൻ സ്മോക്കാണ്. ഫോട്ടോ കെമിക്കൽ സ്മോക്ക് അത് ആദ്യമായിട്ട് കാണുന്നത് ലോസ് ഏഞ്ചൽസിലായതുകൊണ്ട് തന്നെ ലോസ് ഏഞ്ചൽസ് സ്മോക്ക്. സൾഫ്യൂരസ് സ്മോക്കിലെ കമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോക്കും ഫോഗും സൾഫർ ഡയോക്സൈഡുമാണ്. എന്നാൽ ഫോട്ടോ കെമിക്കൽ സ്മോക്കിൽ അത് സൺലൈറ്റ്, നൈട്രജൻ ഓക്സൈഡ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഇവ കമ്പൈൻ ചെയ്തിട്ട് ഫോട്ടോ കെമിക്കൽ സ്മോക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ കമ്പണൻസ് ഓസോൺ, നൈട്രേറ്റ് ഓക്സൈഡ്, അക്രോലിൻ, ഫോമാൽഡിഹൈഡ് ആൻഡ് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. സൾഫ്യൂരസ് സ്മോക്കിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. എന്നാൽ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് അത് ബ്രൗൺ കളറാണ്. സൾഫ്യൂരസ് സ്മോക്ക് കോമൺലി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോൾ ബേൺ ചെയ്യുന്ന ഏരിയകളിലാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. എന്നാൽ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സൾഫ്യൂരസ് സ്മോക്കിൽ സൾഫർ ഓക്സൈഡ്സും പാർട്ടിക്കുലേറ്റ്സും കമ്പൈൻ ചെയ്താണ് ഉണ്ടാകുന്നത്. എന്നാൽ ഫോട്ടോ കെമിക്കൽ സ്മോക്കിൽ നൈട്രജൻ ഓക്സൈഡ്സും ഓർഗാനിക് കോമ്പൗണ്ട്സും ആണ് കമ്പൈൻ ചെയ്യുന്നത്. സൾഫ്യൂരസ് സ്മോക്ക് ഉണ്ടാകുന്നത് കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ്. എന്നാൽ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് ഉണ്ടാകുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ എന്താണ്, ഡ്രൈ സണ്ണി ക്ലൈമറ്റിലാണ്. ഫോട്ടോ കെമിക്കൽ സ്മോക്കിൻ്റെ യൂസ് ഓട്ടോമൊബൈൽ യൂസുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ സ്ലൈഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഈ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. അപ്പം ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നൈട്രജൻ ഡയോക്സൈഡിൻ്റെയും ഹൈഡ്രോ കാർബൺസിൻ്റെയും പ്രൊഡക്ഷൻ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. Many techniques are used to control or reduce the formation of photochemical smoke. If we control the primary precursors of photochemical smoke, such as nitrogen oxides and hydrocarbons, the secondary precursors such as ozone and pan, the photochemical smoke will automatically be reduced. Okay. ഇനി രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സിൻ്റെ ഉപയോഗം മൂലം. ഈ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് വെഹിക്കിളിൻ്റെ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാംഫുൾ ബൈ പ്രൊഡക്ട്സിനെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, നൈട്രജൻ ഗ്യാസ് ഒക്കെ ആയിട്ട് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് നമ്മുടെ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കെമിക്കൽ സ്മോക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. Usually, catalytic converters are used in automobiles which prevent the release of nitrogen oxides and hydrocarbons in the atmosphere. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നത് ചില പ്ലാന്റ്സ്, അതായത് എക്സാമ്പിൾസ് ആണ് പൈനസ്, ജുനീപ്പേഴ്സ്, ക്വേറസ്, പൈറസ്, വിറ്റീസ് എന്നൊക്കെ പറയുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുക വഴി. അപ്പോൾ ഇവ മൂന്നും വഴി നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് സ്മോക്കിൻ്റെ അകത്തിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.